നമസ്കാരം. പ്രതിവാര ജ്ഞാനതടം 5 കാനഡയിലെ മോൺട്രിയൽ ആശ്രമത്തിൽ വച്ച് 1995 ജൂലൈ 12 ഗുരുപൂർണിമാ ദിനത്തിൽ ഗുരു നമുക്ക് നൽകിയ സന്ദേശം. ഗുരുവാണ് കവാടം. നിങ്ങൾ തെരുവിൽ വഴി കാണാതെ അലയുകയാണ്. മഴയുണ്ട്, ഇടിയുണ്ട്, കാറ്റും തണുപ്പുമുണ്ട്. നിങ്ങൾക്കൊരു മേൽക്കൂര വേണം. ചുറ്റും കണ്ണോടിക്കുമ്പോൾ നിങ്ങൾ ഒരു കവാടം കാണുന്നു. നിങ്ങൾ കവാടത്തിനടുത്തേക്ക് നീങ്ങുന്നു. കാരണം അത് തെരുവിലുള്ള മറ്റെന്തിനേക്കാളും ആകർഷകവും സുന്ദരവും ആനന്ദകരവുമാണ്. ഗുരുകവാടത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾ സ്വഗൃഹത്തിലെത്തി എന്നാണ് അർത്ഥം. അവിടെ നിന്ന് നിങ്ങൾ ലോകത്തെ കാണുന്നത് ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെയാണ്. അകത്തിരുന്നാൽ ഇടിയുടെ ശബ്ദം കേൾക്കാം, മഴ കാണാം. പക്ഷേ അവയൊന്നും നിങ്ങളെ ഇപ്പോൾ ശല്യപ്പെടുത്തുന്നില്ല. അകത്ത് ചൂടും സുരക്ഷിതത്വമുണ്ട്. ലോകം കുറേ കൂടി മനോഹരമാണെന്ന് നിങ്ങൾ കാണുന്നു. അത് ഒരു നശിച്ച സ്ഥലമല്ല. പ്രേമവും സൗഹൃദവും സഹകരണവും കാരുണ്യവും നിറഞ്ഞ സ്ഥലമാണ്. എല്ലാ ഭയവും ഇല്ലാതാക്കുന്നു. ഗുരുവിൻ്റെ കണ്ണിലൂടെ ഈ ലോകത്തെ മുഴുവൻ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അടുത്ത് നിങ്ങളെത്തി എന്നാണ് അർത്ഥം. നിങ്ങൾ വാതിലിലൂടെ അകത്തേക്ക് കടന്നിരിക്കുന്നു. ഒരു ഗുരു ഉണ്ടാകുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. ഇപ്പോഴും നിങ്ങൾ ഈ ലോകത്തെ കാണുന്നത് പഴയതുപോലെയാണെങ്കിൽ നിങ്ങൾ ഗുരുവിനെ സമീപിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ ഇപ്പോഴും തെരുവിൽ നിൽക്കുകയാണ്, നനഞ്ഞ് തണുത്ത് വിറച്ചുകൊണ്ട്. വാതിലിലേക്ക് നോക്കുന്നതേയുള്ളൂ, പ്രവേശിച്ചിട്ടില്ല. ഗുരുവിൻ്റെ കണ്ണിലൂടെ കാണുക എന്നതിന് അർത്ഥം എന്താണ്? ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊരു സാഹചര്യം ഗുരുവിന് നേരിടേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യുമായിരുന്നു? ഗുരു എങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുക? ആരെങ്കിലും ഗുരുവിനെ കുറ്റപ്പെടുത്തിയാൽ ഗുരു എന്തു ചെയ്യും എന്ന് നിങ്ങൾ നേരിടുന്ന ഓരോ സാഹചര്യത്തിലും ആലോചിക്കുന്നതാണ് ഗുരുവിൻ്റെ കണ്ണിലൂടെ കാണുക എന്നതും. ഗുരുവിൻ്റെ സാന്നിധ്യം അറിയുന്നതാണ് പ്രധാനം. ഗുരു ഒരു സാന്നിധ്യമാണ്, ബന്ധമല്ല. ബന്ധങ്ങൾ തകരാം, അവയെ കൂട്ടിച്ചേർക്കാം, അവ വീണ്ടും തകരാം. എല്ലാ ബന്ധങ്ങളിലും ആസക്തിയും വെറുപ്പുമുണ്ട്. ഇതാണ് സംസാരചക്രം, ലോകത്തിൻ്റെ ദുരിതം. എല്ലാ ബന്ധങ്ങളും കീഴ്മേൽ മറിയും. എന്നാൽ സാന്നിധ്യം അപാരവും അനന്തവും അനിഷേധ്യവും കേന്ദ്രീകൃതവുമാണ്. ലോകത്തിലെ ബന്ധുക്കളിൽ ഒരാളായി ഗുരുവിനെ കാണരുത്. അങ്ങനെ ചെയ്താൽ അദ്ദേഹം എന്നെ നോക്കിയില്ല, അദ്ദേഹം എന്നെ നോക്കി, അദ്ദേഹം ഇത് പറഞ്ഞു, അദ്ദേഹം ഇത് പറഞ്ഞില്ല, എനിക്ക് അടുപ്പമില്ല, അയാൾക്കാണ് അടുപ്പം തുടങ്ങിയ ചവറുകൾ മനസ്സിൽ നിറയും. ഗുരു കവാടം കടന്ന് സ്വഗൃഹത്തിലേക്ക് വരൂ. ഗുരുവിൻ്റെ സാന്നിധ്യം മാത്രമേ നിങ്ങളിൽ സംതൃപ്തി നിറയ്ക്കുകയുള്ളൂ. നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും സമ്പൂർണത നിലനിൽക്കുകയുള്ളൂ.